ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനിടെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPIM അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഈ ആലപ്പുഴയിലെ ജി സുധാകരന്റെ അതൃപ്തി അത് നമ്മളാണ് പ്രേക്ഷകരോട് ആദ്യം അറിയിച്ചത്. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ തന്നെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുകൾ, അദ്ദേഹം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ UDF നിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, CPIM-ന്റെ അനുനയ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയാണോ? രണ്ട്, ഈ UDF ഇതൊരവസരമായി തന്നെ, അതായത് സുധാകരൻ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നതിലേക്ക് തന്നെയാണോ എത്തി നിൽക്കുന്നത്? അഭിലാഷ, അത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ കടുത്ത ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കാരണം ജി സുധാകരൻ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ പിന്തുണക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് കോൺഗ്രസ് പിന്തുണയോടെ അവിടെ ഒരു മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ജി സുധാകരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബദലായി മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണഗതിയിൽ UDF-ൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ തന്നെ മത്സരത്തിലേക്ക് കടക്കാൻ സുധാകരന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ എത്തുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ M. ലിജു നേരത്തെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ലിജു തൃപ്പൂണിത്തറയിലേക്ക് മാറാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലവിലത്തെ സാഹചര്യത്തിൽ സുധാകരന്റെ തീരുമാനത്തിനനുസരിച്ച് മാറാം എന്നുള്ള ഒരു നിലപാടിലാണ് നിന്നിരുന്നത്. എന്നാൽ അത്തരത്തിൽ സുധാകരൻ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അത്തരമൊരു മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സാഹചര്യത്തെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ജില്ലയിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുമായി മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ജി സുധാകരന് ഇല്ല. ആശയപരമായി രണ്ട് ഇടങ്ങളിൽ നിൽക്കുമ്പോൾ പോലും ജി സുധാകരൻ എന്ന പാർലമെന്റേറിയനെ ഇവർ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അംഗീകാരം, ആ ജനസമ്മതി മുതലാക്കിക്കൊണ്ട് തന്നെ ഒരു ഉറച്ച സീറ്റായി, കോൺഗ്രസ് പിന്തുണ കൂടെ നൽകിയ ഒരു ഉറച്ച സീറ്റായി അമ്പലപ്പുഴ എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അത്തരമൊരു നീക്കമുണ്ട്. മറ്റൊന്ന്, CPM-ന്റെ ഭാഗത്ത് നിന്ന് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അവിടെ CS സുജാത അടക്കമുള്ള നേതാക്കന്മാർ എത്തിയപ്പോൾ വളരെ കടുപ്പിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല വിധത്തിൽ അനുരഞ്ജന ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അത്തരമൊരു ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിയതോടെ ഇനി മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതിനകത്ത് നിലവിലത്തെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില അവമതിപ്പുകൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തെ പരിഗണിക്കുന്നില്ല, മധ്യ കേരളത്തിലെ നേതാക്കന്മാരെ കൂട്ടത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് ആണെങ്കിലും ജി സുധാകരനാണെങ്കിലും രണ്ടുപേരും പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ രണ്ടുപേരും ജനപ്രീതി ഉള്ള ആളുകളും അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും മത്സരിച്ചതിന് ശേഷമാണ് ആലപ്പുഴയിൽ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ, അതായത് വലതു മുന്നണികൾക്ക് ഒരുപോലെ പ്രാധാന്യമുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ സീറ്റുകളിൽ ഒരു ഇടത് കുത്തക എന്നുള്ള നിലയിലേക്ക് വരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലുള്ള കാര്യങ്ങൾ വന്നതോടുകൂടിയായിരുന്നു. 8 സീറ്റിലേക്ക് വന്നു. പിന്നീട് അത് ഹരിപ്പാട് ഒഴിച്ചുള്ള മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാരെ പരിഗണിക്കാത്ത, മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ പരിഗണിക്കാത്തതിന് CPM-നുള്ളിൽ തന്നെ രാഷ്ട്രീയമായ ഒരു അവമതിപ്പുണ്ട്. പുതിയ ഒരു നിരയെ വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള ഒരു നീക്കം CPM-നുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള അതൃപ്തി അത്
നല്ല രീതിയിൽ തന്നെ പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തിൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ജി സുധാകരനിൽ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ പരസ്യ പിന്തുണയിലേക്ക് പോയില്ലെങ്കിലും അത് വോട്ടായി രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് ജി സുധാകരൻ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയുള്ള സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ കടന്നുവരും. യെസ്, എന്തായാലും UDF-ന്റെ പിന്തുണയോടുകൂടി ജി സുധാകരൻ മത്സരിക്കുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്. CPM-മായി വലിയ അകലം പാലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും സുധാകരൻ. അക്കാര്യം ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത്. ഇപ്പോൾ അതിന്റെ തുടർച്ച എന്ന നിലയിൽ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആണ് ഇപ്പോൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.